വിഴിഞ്ഞം തുറമുഖത്തേക്ക് ആദ്യ മദർഷിപ്പ് എത്തുമ്പോഴും അനുബന്ധ പദ്ധതികൾ പാതിവഴിയിലാണ്. വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡിന്റെയും റെയിൽവേ തുരങ്കപാതയുടെയും നിർമ്മാണം ഇതുവരെ തുടങ്ങിയിട്ടില്ല. മദർഷിപ്പിൽ നിന്ന് ചെറുകപ്പലുകളിലേക്ക് കണ്ടെയ്നറുകൾ മാറ്റുന്ന ട്രാൻസ്ഷിപ്മെന്റിനാണ് വിഴിഞ്ഞത്ത് പ്രധാന പരിഗണനയെന്ന് തുറമുഖ വകുപ്പ് അറിയിച്ചു. വിഴിഞ്ഞത്ത് ആദ്യ മദർഷിപ്പ് എത്തുകയാണ്. തുറമുഖം കമ്മീഷൻ ചെയ്യുന്നതോടെ തിരുവനന്തപുരം നഗരം ദുബായ് പോലെയാകുമെന്നാണ് മലയാളികളുടെ പ്രതീക്ഷ. എന്നാൽ ഈ സ്വപ്നം പൂവിടാൻ കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും. വിഴിഞ്ഞത്തു നിന്നും ബാലരാമപുരത്തേക്കുള്ള 10.5 കിലോമീറ്റർ റെയിൽപാതയിൽ 9.5 കിലോമീറ്ററും തുരങ്കപാതയാകും. കൊങ്കൺ റെയിൽവേ തയ്യാറാക്കിയ DPR സദേൺ റെയിൽവേയും ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ പ്രത്യേക സമിതിയും അംഗീകരിച്ചെങ്കിലും സർക്കാരിന്റെ ഭരണാനുമതി വൈകുകയാണ്. ഭരണാനുമതി ആയാൽ തന്നെ ഭൂമി ഏറ്റെടുത്ത് നിർമ്മാണം തുടങ്ങാൻ കൂടുതൽ സമയമെടുക്കും. റോഡിലൂടെയുള്ള ചരക്ക് നീക്കത്തിനാണ് വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് പദ്ധതി. ഭൂമി ഏറ്റെടുക്കുന്നതിന്റെ പകുതി തുകയും സർവീസ് റോഡ് നിർമ്മാണ ചെലവും സംസ്ഥാന സർക്കാർ വഹിക്കണമെന്നാണ് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ആവശ്യം. സർക്കാർ ഇത് അംഗീകരിക്കാത്തതിനാൽ റോഡ് നിർമ്മാണം തുടങ്ങിയിട്ടില്ല. ചുരുക്കത്തിൽ 2 പ്രധാന പദ്ധതികൾ കടലാസിൽ മാത്രമാണുള്ളത്. കമ്മീഷൻ ചെയ്താൽ തുറമുഖത്തു നിന്ന് ദേശീയപാത വഴി ചരക്കു നീക്കാനാകുമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ കണക്കുകൂട്ടൽ. സംസ്ഥാനത്തിലൂടെയുള്ള ചരക്ക് നീക്കമല്ല, മദർഷിപ്പിൽ നിന്ന് ചെറുകപ്പലുകളിലേക്ക് കണ്ടെയ്നറുകൾ മാറ്റുന്ന ട്രാൻസ്ഷിപ്മെന്റിനാണ് വിഴിഞ്ഞത്ത് പ്രധാന പരിഗണനയെന്ന് തുറമുഖ വകുപ്പ് വിശദീകരിച്ചു. റിപ്പോർട്ടർ ആദിൽ പാലോഡ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.